80കൾ ടെന്നീസ് എന്ന പദത്തിനൊപ്പം കേട്ടിരുന്ന ഒരേയൊരു വിജയപ്പേര് മാർട്ടിന നവരത്ലോവ, അമേരിക്കയുടെ പ്രിയ ടെന്നീസ് താരം. മാർട്ടിന ശരിക്കും ചെക്കോസ്ലോവാക്യൻ കളിക്കാരിയായിരുന്നു. 1975 അമേരിക്കയിലെത്തി. 1981 അമേരിക്കൻ പൗരത്വം. തുടർന്ന് മാർട്ടിനയുടെ അശ്വമേധമായിരുന്നു. ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ ഒന്നൊന്നായി അവർ നേടി. നിലവിലുള്ള പല റെക്കോർഡുകളും തകർത്തുകൊണ്ടായിരുന്നു ആ കുതിപ്പ്. നേടാവുന്നതിന്റെ പരമാവധി നവരത്ലോവ നേടിക്കഴിഞ്ഞു. എങ്കിലും ഒരാഗ്രഹം മാത്രം അവശേഷിച്ചു. വിംബിൾഡൺ സിംഗിൾസിൽ ഒരാൾ നേടിയ പരമാവധി വിജയം 8 എണ്ണമായിരുന്നു. ആരും 9 എത്തിയിരുന്നില്ല. അതുകൂടി നേടാനായാൽ? പക്ഷേ പ്രായം അവരെ ഭയപ്പെടുത്തി. 1990 15 വർഷത്തെ പ്രൊഫഷണൽ പരിചയമുണ്ടായിട്ടും കളിക്കളത്തിൽ നവരത്ലോവ ആദ്യമായി ഭയന്നു. എതിരാളി സീന ഗാരിസൺ. തുടക്കത്തിൽ തന്നെ മാർട്ടിന മുട്ടുവേദന കൊണ്ട് പിടഞ്ഞു. ആദ്യ സെറ്റ് സീന ഗാരിസൺ പൂവിറുക്കുന്ന ലാഘവത്തോടെ നേടി. രണ്ടാം സെറ്റ് 6-4 മാർട്ടിനയ്ക്ക്. അടുത്തത് നിർണായകം. ഒന്നും മാർട്ടിനയ്ക്ക് അനുകൂലമായിരുന്നില്ല. ഉൾഭയം തന്നെയായിരുന്നു ഏറ്റവും പ്രധാന പ്രശ്നം. നീണ്ടകാലത്തെ കളിപരിചയം. ഏറ്റവും പ്രശസ്ത ഗാലറിയിലെ എല്ലാ കണ്ണുകളും അതാഗ്രഹിച്ചു. ആ വിജയം. മൂന്നാം സെറ്റ് മാർട്ടിന എവിടെ നിന്നോ ആവാഹിച്ച ശക്തിയോടെ കളിയിലേക്ക്. സെറ്റ് പൂർത്തിയായി. 6-1. മാർട്ടിന ആ സ്വപ്നവും പൂർത്തിയാക്കി. എന്തായിരുന്നു ആ സെറ്റിലെ ആ കുതിപ്പിന്റെ പ്രേരണ? കളിക്കളത്തിൽ നേടേണ്ടതും നഷ്ടപ്പെടുത്തേണ്ടതും തനിച്ചാണ്. അപ്പോൾ പിന്നെ നേട്ടം മാത്രം ലക്ഷ്യം വെച്ചാൽ പോരെ? അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം എല്ലാ ശാരീരിക അവശതകൾക്കും പ്രായത്തിനും മീതെ പറന്നു. വിജയം റാക്കറ്റിലേക്ക് മടങ്ങിയെത്തി. നമ്മൾക്കും ഇത് എപ്പോഴും ഓർക്കാം. നാം എപ്പോഴും തനിച്ചാണ്. അതുകൊണ്ട് തന്നെ സ്വയം കരുതുക, സ്വയം നേടുക. ശുഭദിനം.